ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ വൺ. ആദ്യം തന്നെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ കൂടാതെ ഇന്ന് എൻ്റെ പിറന്നാൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ പിറന്നാളും ഒക്കെ ഒരുമിച്ച് വന്ന ഒരു ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അലക്കാനുള്ള ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ കുളിച്ച് റെഡി ആയതിന് ശേഷം വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷം പാലൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഇവിടെ അടുക്കളയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണ പരിപാടിയിലാണ്. അപ്പോൾ അതിനുള്ള ആ ഒരു കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട്. നല്ല ചൂടൊക്കെയാണല്ലേ. അപ്പോൾ ഇങ്ങനെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പിറന്നാളായതുകൊണ്ട് പാലട പായസം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് വെജിറ്റബിൾ ബിരിയാണിയാണ് വെക്കുന്നത്. വെജ് റൈസും അതിൻ്റെ ഒപ്പം കോളിഫ്ലവർ ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. കോളിഫ്ലവർ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള സാലഡ് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടി വി ഒക്കെ കുറച്ച് നേരം കണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്ക് പെരുന്നാളിൻ്റെ ഫുഡായിട്ട് സുമേ ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നു. സച്ചുവിനൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി. അങ്ങനെ രണ്ടുപേരും കൂടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 6 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചായയൊക്കെ കുടിച്ച് വിളക്കൊക്കെ വെച്ചു. പിന്നെ നൈറ്റ് കുറച്ച് നേരം ലുഡോയൊക്കെ കളിച്ചിരുന്നു.
നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ വിഷുവിനുള്ള പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റോക്കറ്റ് ഇട്ട് നോക്കി കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു സംഭവം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പെരുന്നാളിൻ്റെയും പിറന്നാളിൻ്റെയും ഒക്കെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.